കേരള സർവകലാശാലയിലെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ വിവാദത്തിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകുമെന്നാണ് കോടതി ചോദിച്ചത്. ആ ചിത്രം വച്ചതുകൊണ്ട് കേരളത്തിൽ എന്ത് ക്രമസമാധാന പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നും കോടതി ചോദിച്ചു. ഷപ്നയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന്. നമുക്കൊപ്പം ഷപ്ന, ഈ രജിസ്ട്രാർ നിയമവഴിക്ക് നീങ്ങുമ്പോൾ, രജിസ്ട്രാർക്ക് ധാർമ്മിക പിന്തുണ നൽകി സർക്കാർ ഒപ്പം നിൽക്കുമ്പോൾ ഇന്നത്തെ ഈ കോടതി നടപടികളെ, കോടതി പരാമർശങ്ങളെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം? പ്രത്യേകിച്ച് ഈ ഭാരതാംബ വിവാദമാണല്ലോ എല്ലാ കോലാഹലങ്ങൾക്കും തുടക്കമായത്. അപ്പോൾ ഈ ഭാരതാംബ എങ്ങനെ ഒരു മതചിഹ്നമായി മാറുമെന്ന കോടതിയുടെ പരാമർശം, അല്ലെങ്കിൽ ഒരു വാക്കാൽ പരാമർശം, അത് എത്രത്തോളം നിർണായകമാണ് സർക്കാരിന്? സേതു, ഇത്തരം ഒരു വലിയ വിവാദം കത്തി നിൽക്കുന്നതിനിടെയാണ് ഈ ഹർജി ഹൈക്കോടതിയിൽ എത്തുന്നത്. ഇന്നിപ്പോൾ രജിസ്ട്രാർ അടിയന്തരമായി ഈ ഹർജി പരിഗണിക്കണം എന്നൊരാവശ്യം ഉന്നയിച്ച് കോടതിയിലെത്തുകയും അടിയന്തരമായി തന്നെ ജസ്റ്റിസ് നഗരേഷ് ഈ ഹർജി പരിഗണിക്കുകയും ചെയ്തു. ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ കോടതി ആദ്യം തന്നെ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി, ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടി റദ്ദാക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്നാണ്. അതിന് മറുപടിയായി രജിസ്ട്രാറുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്, ഈ സെക്യൂരിറ്റി ഓഫീസർ വന്ന് മതചിഹ്നം, അതായത് ഒരു ദൈവത്തിൻ്റെ ചിത്രം വെച്ചിട്ടുണ്ട് എന്ന് സെക്യൂരിറ്റി ഓഫീസർ വന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ പരിശോധിച്ചു. അപ്പോൾ ഭാരതാംബയുടെ ചിത്രം സ്റ്റേജിൽ വെച്ചിരിക്കുന്നത് കണ്ടു. അതിനുശേഷമാണ് ഈ പരിപാടി റദ്ദാക്കണം എന്ന് താൻ നിർദ്ദേശം നൽകിയത്. അതോടൊപ്പം തന്നെ പുറത്ത് വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രതിഷേധമുണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് ഈ പരിപാടി റദ്ദാക്കാൻ ആവശ്യപ്പെട്ടത് എന്നാണ് രജിസ്ട്രാർ വിശദീകരിച്ചത്. എന്നാൽ കോടതി ഇതിൽ നിലപാടെടുത്തത്, എങ്ങനെയാണ് ഈ ചിത്രം ഭാരതാംബയുടെ ചിത്രമാകുന്നത്, ഇത്തരത്തിൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള മതചിഹ്നമാണോ എന്നായിരുന്നു ജസ്റ്റിസ് നഗരേഷിൻ്റെ ചോദ്യം. അതോടൊപ്പം ഈ രീതിയിൽ വലിയ പ്രതിഷേധം വിദ്യാർത്ഥി സംഘടനകളുടെ പേരിൽ ഉണ്ടായിട്ടുണ്ടോ, പോലീസ് അത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ, ഇത്തരം ഒരു ചിത്രം വെച്ചതിൻ്റെ പേരിൽ കേരളത്തിൽ വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമോ തുടങ്ങിയ ചോദ്യങ്ങൾ കോടതി ചോദിച്ചു. അതോടൊപ്പം ഒരു നിയമപ്രശ്നം കൂടി കോടതിയുടെ പരിഗണനയിൽ വന്നു. ഇത്തരത്തിൽ ഒരു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ VC-ക്ക് അധികാരമുണ്ടോ എന്ന കാര്യം. അതായത് രജിസ്ട്രാർ പറയുന്നത് VC-ക്ക് ഈ രീതിയിൽ അധികാരമില്ല എന്നാണ്. ഡെപ്യൂട്ടി രജിസ്ട്രാർക്ക് താഴെയുള്ള ആളുകളെ മാത്രമാണ് ഈ രീതിയിൽ സസ്പെൻഡ് ചെയ്യാൻ VC-ക്ക് അധികാരമുള്ളൂ. അതിന് മുകളിലുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെങ്കിൽ സെനറ്റ് തീരുമാനമെടുക്കണം എന്നാണ്. കോടതി ഇതിന് മറുപടി പറഞ്ഞത്, VC-ക്ക് നടപടിയെടുക്കാം, അത് സെനറ്റിൻ്റെ അനുവാദം മേടിച്ചാൽ പോരെ എന്ന പരാമർശവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. മറ്റൊന്ന്, കോടതി ഇന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു അനുഭവം കോടതിയിൽ പങ്കുവെക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് സൗദിയിലേക്ക് കഥകളി ചിത്രവുമായി സൗദിയിൽ ഒരു ജോലിക്ക് പോവുകയും ഈ കഥകളിയുടെ ഈ ചിത്രം കണ്ട് സെക്യൂരിറ്റി ഓഫീസർ ആ ചിത്രം വലിച്ചു കീറി ബ്ലഡി ഹിന്ദു ഗോഡ് എന്ന് പറഞ്ഞ് വലിച്ചു കീറി കളഞ്ഞു. അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടായി എന്ന് ഈ വാദത്തിനിടെ ജസ്റ്റിസ് നഗരേഷ് കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഈ സംഭവത്തിൽ VC ഇത്തരത്തിൽ നടപടി സ്വീകരിക്കാൻ VC-ക്കോ അല്ലെങ്കിൽ അധികാരമുണ്ടോ എന്നത് സംബന്ധിച്ച് VC-യും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ച് പോലീസും വിശദീകരണം നൽകാൻ കോടതി ആവശ്യപ്പെട്ടത്. തുടർന്ന് തിങ്കളാഴ്ച പരിഗണിക്കും. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് രജിസ്ട്രാർക്കൊപ്പം നിൽക്കുമ്പോൾ, സർക്കാർ രജിസ്ട്രാർക്കൊപ്പം നിൽക്കുമ്പോൾ, ഭാരതാംബ വിവാദം ഒരു വശത്ത് കൊഴുക്കുമ്പോഴൊക്കെയുള്ള കോടതിയുടെ ഈ പരാമർശം, അത് സർക്കാരിനെയൊക്കെ സംബന്ധിച്ച് കുറച്ച് നിർണായകം കൂടിയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ലീഗൽ ഡെസ്കിൽ നിന്ന് ഷപ്ന.